ചേട്ടാ വില്ലൻ ആരാ ചേട്ടാ? വേറെ അടിപൊളി പടമാണ്. അടിപൊളി കിടു സൂപ്പർ 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 പടം. വൻ വിജയം. മലയാള സിനിമയുടെ സീൻ മാറ്റി. മകളെ എങ്ങനെയുണ്ടോ? സത്യസന്ധമായി പറഞ്ഞാൽ എങ്ങനെയുണ്ട് മോനെ പടം? അടിപൊളി. സത്യസന്ധമായി പറഞ്ഞാൽ എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല. പടം പക്കയാണ്. പടം കൊണ്ട് ബോളിവുഡ് ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാം കൊണ്ടും ആവേശം, രോമാഞ്ചം. അടിപൊളി അടിപൊളി സിനിമ. പൊളിച്ചു. അടിപൊളി സിനിമ. പടം കൊണ്ട് പടമായിരുന്നു. എമ്പുരാൻ 3 കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് പടം? കൊണ്ട് കണ്ടിട്ട് അടിപൊളിയാവും. എങ്ങനെയുണ്ട് കുഴപ്പമില്ല. പടം കൊണ്ട്? സൂപ്പർ ആയിട്ടാണ്. അടിപൊളി. പടം എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പടം എങ്ങനെയുണ്ട്? നല്ല പടം. സൂപ്പറാണോ? ആക്ഷൻ ആക്ഷൻ ഉണ്ട്. നല്ല വിഷ്വൽസ് ഒക്കെ നല്ല രീതിയിലുണ്ട്. ലൂസിഫറാണോ എമ്പുരാണോ സൂപ്പർ? എനിക്ക് ലൂസിഫർ തന്നെ പക്ഷേ എമ്പുരാൻ നല്ലതാണ്. കുറെ നല്ല വിഷ്വൽസും കാര്യങ്ങളും നല്ല രീതിയിലുണ്ട്. നല്ല ആസ്വദിക്കാൻ നല്ല രീതിയിലുണ്ട്. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആണല്ലേ? പൊളി. കൊള്ളാം. സംഭവമൊക്കെ എങ്ങനെയുണ്ട്? നല്ല പടം. നല്ല പടം അല്ലേ? നല്ല പടമാണ്. മകളെങ്ങനെയുണ്ട്? കിട്ടില്ല പടം. വൻ വിജയം. മലയാള സിനിമയുടെ സീൻ മാറ്റി. ആണല്ലേ? ഓക്കെ. മകളെ എങ്ങനെയുണ്ടോ? സത്യസന്ധമായി പറഞ്ഞാൽ എങ്ങനെയുണ്ട് മോനെ പടം? അടിപൊളിയാ. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? സത്യസന്ധമായി പറഞ്ഞാൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പടം കുഴപ്പമില്ല. പടം പക്കയാണ്. സാറ്റിസ്ഫൈഡ് ആണ് പടം. ആണ്. നമുക്ക് അത്ര ഹോളിവുഡ് സ്റ്റൈലില് രീതിയിലൊരു പടം. ലൂസിഫറാണോ സൂപ്പർ കണ്ടത് വെച്ച്? അങ്ങനെ നമുക്ക് പറയരുത്. ഇതൊരു ഹോളിവുഡ് സ്റ്റൈൽ പടമാണ്. ആ ഒരു സ്റ്റൈൽ എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഹോളിവുഡ് സ്റ്റൈൽ പടം. സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇഷ്ടപ്പെടാം. ഓക്കെ. ഇത് പറഞ്ഞ വില്ലൻ ആരാ? അതൊന്നും പറഞ്ഞില്ല. വില്ലൻ പറഞ്ഞാൽ പിന്നെ പടം ചേട്ടാ വില്ലൻ ആരാ ചേട്ടാ? വേറെ അടിപൊളി പടമാണ്. അതല്ലേ? നിങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് പത്തനാപുരത്ത് സിനിമ കാണാൻ വന്നതല്ലേ? ഇവര് ഫാൻസുകാരല്ല. പടം എങ്ങനെയുണ്ട്? സത്യസന്ധമായി പറഞ്ഞാൽ എങ്ങനെ? നല്ല പടമാണല്ലേ? ഇവിടെ വന്നത് ഫാൻസുകാർ അധികം ഇല്ല. അപ്പൊ അതിന്റെ ഒരു ത്രില്ല് കിട്ടുന്നില്ല. കിട്ടാൽ പടം നല്ല പടമാണ്. പക്ക തന്നെയാണ്. നല്ല പടം. ഒരു രക്ഷയില്ല. ഒരു രക്ഷയിൽ അത്രത്തോളം ഭയങ്കരമായ അഭിപ്രായമല്ല എങ്കിലും നല്ലൊരു പടം തന്നെ. എമ്പുരാൻ നല്ല വിജയം തന്നെ. നല്ല വിജയം തന്നെ. നമ്മൾ മലയാളി ഇന്ന് വരെ കാണാത്തൊരു പടം തന്നെ. തീർച്ചയായിട്ടും നല്ല മേക്കിംഗ് ആണ്. വളരെ നല്ല മേക്കിംഗ് ആയിട്ടാണ്. എന്ത് പറയുന്നത് കണ്ടിട്ട്? പടത്തിന് ഇവിടെ ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ വലിയ സന്തോഷമില്ല എന്നുള്ള അതേ വലിയ ഫാൻസ് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ചെറിയ ഇതേ ഉള്ളൂ. അല്ലാതെ പടം നല്ലതാണ്. ആവറേജ് അഭിപ്രായമല്ല, അബോ ആവറേജ് തന്നെയാണ്. ലൂസിഫറിനേക്കാളും മികച്ച് നിൽക്കുന്ന പടം തന്നെയാണ്. ഒരു പാർട്ടോട് ഉള്ളത് കൊണ്ടും അതിലേക്ക് കഥ കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് ഒരു ചെറിയ ലാഗ് വരുന്നുണ്ട്. അതൊരു ലാഗ് പോലല്ല, എന്നാലും അത് കഥ പോകുന്നതിന്റെ ഒരു ഇത്. എങ്കിലും പടം ബെറ്റർ തന്നെയാണ്. മോശമല്ല, ഒരിക്കലും മോശമല്ല. നല്ല വിഷ്വൽ എഫക്ട് കുറെ ഉണ്ട് നല്ല രീതിയിലുള്ള. അതുപോലെ മോഹൻലാലിന്റെയും കുറേശ്ശിയാണ് കൂടുതൽ. സംവിധാനമാണ് പറയാനുള്ളത്. മോഹൻലാലിനെ പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയൊക്കെ വളരെ മികച്ച. കുഴപ്പമില്ല. സൂപ്പറാണോ? എമ്പുരാനാണോ ലൂസിഫറാണോ ഇഷ്ടപ്പെട്ടെ? എമ്പുരാൻ. പടമുണ്ട്. സൂപ്പർ. ലൂസിഫറാണോ എമ്പുരാനാണോ സൂപ്പർ? മൂന്നാം പാർട്ടാണ് അടിപൊളി. സൂപ്പർ. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം നല്ല പടം തന്നെയാണ്. കിടുവാണ്. പിന്നെ നമുക്ക് ആനുകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഫിലിമാണ്. മോഹൻലാൽ നല്ല ഒരു അഭിനയമാണ്. പൃഥ്വിരാജിന്റെ സംവിധാനം ഉണ്ട്. വളരെ നല്ല തന്നെയാണ്. കിടുവാണ്. കൂടുതൽ ഇതിന്റെ ഒരു പക്ഷേ ഒരു നെഗറ്റീവ് കാണുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് അടുത്ത ഒരു റീലും കൂടെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം അവസാനിപ്പിക്കുന്നുള്ള മാത്രം ഒഴിച്ച ബാക്കി നല്ല അഭിനയം. തീർച്ചയായിട്ടും വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നല്ല പറഞ്ഞ കണ്ടുവരില്ല. കാണണം നൈറ്റ്.